നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, രാവിലെ കണ്ണ് തുറന്ന ഉടനെ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കിയ നിമിഷം? പുറത്ത് കനത്ത മഴ, മേൽക്കൂരയിൽ മഴത്തുള്ളികൾ താളമിടുന്നു, റോഡിലൂടെ വെള്ളം ഒഴുകുന്നു. അപ്പോഴൊക്കെ മനസ്സിലൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവമേ, ഇന്ന് സ്കൂളിന് അവധി കിട്ടണേ. അന്നത്തെ ആ ചെറിയ പ്രാർത്ഥന സഫലമായപ്പോൾ കിട്ടിയ ആ സന്തോഷം ഇന്ന് എത്ര വലിയ വിജയങ്ങൾ നേടിയാലും അതിന് പകരമാവുമോ? ഈ വീഡിയോ അവസാനം വരെ കാണണേ, കാരണം ഇന്ന് നമ്മൾ തിരികെ പോകുന്നത് മഴ കാരണം കിട്ടിയ ആ മറക്കാനാവാത്ത സ്കൂൾ അവധിക്കാലത്തേക്കാണ്. മഴക്കാലം തുടങ്ങിയെന്നറിഞ്ഞാൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ ആദ്യം വന്ന ചിന്ത പഠനമായിരുന്നില്ല, അവധിയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ വാട്സപ്പും ടെലിഗ്രാമും സ്കൂൾ ആപ്പും ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ ഓരോ വീട്ടിലും ഒരേ ചോദ്യം: ഇന്ന് അവധി ഉണ്ടാവുമോ? ടി വിയിൽ വാർത്ത വരുന്നതുവരെ കാത്തിരിക്കും, റേഡിയോ കേൾക്കും, ചിലർ അയൽ വീട്ടിൽ പോയി ചോദിക്കും, പിന്നെ സ്കൂളിൽ നിന്ന് ഫോൺ വന്നോ എന്ന് നോക്കും. ആ കാത്തിരിപ്പിന് ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു. ചിലപ്പോൾ യൂണിഫോം ധരിച്ച് ബാഗും എടുത്ത് റെഡിയായി നിൽക്കുമ്പോഴാണ് വാർത്ത വരിക: ഇന്ന് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. അത് കേൾക്കുമ്പോൾ ബാഗ് ഒരു മൂലയിലേക്കിട്ട് ചെരുപ്പ് മറ്റൊരു മൂലയിലേക്കിട്ട് മുഖത്തുള്ള ആ ഒരു ചിരി, മനസ്സിലുള്ള ആഘോഷം, അതിന്നും മറക്കാനാകില്ല. അമ്മ പറയും, ഇത്ര സന്തോഷം പരീക്ഷയിൽ മാർക്ക് കിട്ടിയപ്പോൾ കണ്ടില്ലല്ലോ. അവധി കിട്ടിയെന്ന് ഉറപ്പായാൽ പുറത്തുള്ള മഴയെ നോക്കി നിൽക്കുന്നതിന് തന്നെ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. സ്കൂളിൽ പോകേണ്ട തിരക്കില്ല, ഹോംവർക്ക് ചെയ്യേണ്ട സമ്മർദ്ദമില്ല. വീട്ടിലെ ജനലിലൂടെ മഴ നോക്കിക്കൊണ്ട് ചൂട് ചായയുടെ മണം. അമ്മ അടുക്കളയിൽ നിന്ന് വിളിക്കും, വാ, ചായയും പഴംപൊരിയും റെഡിയായി. ആ ചായയുടെ രുചി, ആ മഴയുടെ തണുപ്പ് ഇന്നും മനസ്സിൽ അതുപോലെ തന്നെയുണ്ട്. പുറത്ത് മഴ പെയ്യുമ്പോൾ വീട്ടിനുള്ളിൽ ഇരിക്കുന്നത്, ആ സുരക്ഷിതമായ അനുഭവം, അതിനിന്നും ഒരു പ്രത്യേക സുഖമാണ്. മഴ ഒന്ന് കുറഞ്ഞാൽ വീട്ടിലിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമായിരുന്നോ? ഉടനെ പുറത്തേക്കോടും, വെള്ളക്കുട്ടിലൂടെ ചവിട്ടും, കടലാസ് വഞ്ചിയുണ്ടാക്കി വെള്ളത്തിലൂടെ ഒഴുക്കും. ആരുടെ വഞ്ചിയാണ് കൂടുതൽ ദൂരം പോകുന്നതെന്ന് നോക്കി മത്സരിക്കും. അമ്മ ദൂരത്ത് നിന്ന് വിളിക്കും, പനി വരും, അകത്ത് കയറും. പക്ഷേ അന്ന് പനിയേക്കാൾ വലിയ സന്തോഷം മഴയിൽ കളിക്കുന്നതായിരുന്നു. അവധി കിട്ടിയ ദിവസങ്ങളിലും കൂട്ടുകാരെ മറക്കില്ല. വീട്ടിലെ ലാൻഡ് ലൈൻ ഫോൺ എടുത്ത് വിളിക്കും, നിങ്ങളുടെ ഭാഗത്തും അവധി കിട്ടിയോ എന്നറിയാൻ വേണ്ടി. ഒരേ ക്ലാസ്സിലായിരുന്നെങ്കിലും മഴ കാരണം കിട്ടിയ ആ ഒരു ദിവസത്തെ അവധി എല്ലാവർക്കും ഓരോ കഥയായിരുന്നു. ചിലർ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകും, ചിലർ മഴയിൽ മീൻ പിടിക്കാൻ ഇറങ്ങും, ചിലർ വീട്ടിൽ കാർട്ടൂൺ കണ്ടിരിക്കും. പക്ഷേ അന്നത്തെ ആ സന്തോഷം എല്ലാവർക്കും ഒരുപോലെയായിരുന്നു. ഇന്ന് മഴ കാരണം അവധി കിട്ടിയാലും പഴയ ആ സന്തോഷമുണ്ടോ? ഇപ്പോൾ മൊബൈൽ ഫോണിലൊരു മെസ്സേജ് വരും, ഹോളിഡേ ഡിക്ലെയർഡ്, അത്രമാത്രം. പക്ഷേ അന്ന് ഓരോ നിമിഷവും കാത്തിരിപ്പായിരുന്നു, വാർത്ത വരുന്നത് വരെയുള്ള ആ ടെൻഷൻ. അവധി കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ആ നിലവിളി, അത് ഇന്നത്തെ തലമുറക്ക് അനുഭവിക്കാൻ കഴിയുമോ? ജീവിതത്തിൽ നമ്മൾ പല വലിയ വിജയങ്ങളും നേടിയിട്ടുണ്ടാവും, പക്ഷേ മഴ കാരണം കിട്ടിയ ആ ഒരു സ്കൂൾ അവധിയുടെ സന്തോഷം, അത് ഇന്നും മനസ്സിൻ്റെ ഒരു കോണിൽ അതേപോലെ കിടക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ വളർന്നത് ശരീരത്തിൽ മാത്രമായിരിക്കും, മനസ്സിന്നും ആ മഴ നോക്കി ജനൽ തുറക്കുന്ന ചെറിയ കുട്ടി തന്നെയായിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് കുട്ടിക്കാലം ഓർമ്മിച്ചെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മനോഹരമായ മഴക്കാല അവധി ഓർമ്മ എന്തായിരുന്നു? കമൻറ്റിൽ എഴുതണേ. നിങ്ങളുടെ ഓരോ ഓർമ്മയും വായിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്.